എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അയത്തിൽ മുതൽ കല്ലുംതാഴം മങ്ങാട് വരെയുള്ള നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. മേവറ മുതൽ അയത്തിൽ വരെയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐകാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് അയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞുള്ള എൻട്രി പോയിൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. മേവറം കഴിഞ്ഞ് കൊല്ലം ബൈപ്പാസിൽ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ എൻട്രി പോയിൻ്റാണ് ഈ കാണുന്നത്. ഇപ്പോൾ എൻട്രി പോയിൻ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മെയിൻ റോഡിൻ്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല. കായലിൽ നിന്നും ഡ്രെഡ്ജ് ചെയ്തെടുത്തു കൊണ്ടുവന്ന മണ്ണ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ മണ്ണ് നീക്കം ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത്. ഇനി ഇവിടെ നിന്നും നേരെ കല്ലുംതാഴം ഭാഗത്തേക്കാണ് പോകുന്നത്. അയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞ് പാൽക്കുളങ്ങര അമ്പലത്തിൻ്റെ മുൻവശത്തായി ഒരു അണ്ടർപാസ് നിർമ്മിച്ചിട്ടുണ്ട്. ഒരു പെഡസ്ട്രിയൽ അണ്ടർപാസാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലൂടെ വളരെ ചെറിയ വാഹനങ്ങൾക്കും കടന്നു പോകാവുന്നതാണ്. അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിലുമുള്ള ആറിവാൾ പാനലിൻ്റെ വർക്കുകൾ നടക്കുകയാണ്. അണ്ടർപാസിൻ്റെ മുകളിലേക്ക് ഇനിയും ആറിവാൾ പാനലുകൾ ഉയരേണ്ടതുണ്ട്. ഇവിടെ നിന്ന് നേരെ കല്ലുംതാഴം റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. റോഡിൻ്റെ ഇടത് സൈഡിൽ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ചിരിക്കുന്നതായി കാണാം. മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് ഇത്രത്തോളം ഉയരത്തിലായിരിക്കും പോകുന്നത്. റെയിൽവേ ഓവർബ്രിഡ്ജിന് കുറുകെ സർവീസ് റോഡുകൾ ഉണ്ടായിരിക്കുന്നതല്ല. റെയിൽവേ ഓവർബ്രിഡ്ജ് എത്തുന്നതിന് മുന്നേ റോഡിൻ്റെ ഇടത് സൈഡിലായി താഴ്ന്ന പ്രദേശമാണ്. ഈ താഴ്ന്ന പ്രദേശത്ത് നിന്നും ആറിവാൾ പാനലുകൾ ഉയർത്തി മണ്ണിട്ട് നിരത്തി വരുന്നുണ്ട്. ബോസ് റിങ്ങുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും വർക്കുകൾ വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. പൂർണ്ണമായും സ്റ്റീലിൽ നിർമ്മിച്ച ബോസ് റിങ്ങാണ് ഈ ഒരു ഭാഗത്ത് സ്ഥാപിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണം വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഈ ബോസ് റിങ്ങുകൾ പിയർ ഗ്യാപ്പിൻ്റെ മുകളിലേക്ക് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. നിർമ്മിച്ചു വച്ചിരിക്കുന്ന ബോസ് റിങ് ഗർഡറുകൾ ഹൈഡ്രോളിക് ജാക്കിൻ്റെ സഹായത്തോടുകൂടി വെർട്ടിക്കലായി ഉയർത്തുകയും അതിനുശേഷം വിഞ്ച് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബീമിൽ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗർഡർ പൂർണ്ണമായും ഉയർത്തി വച്ചിരിക്കുകയാണ്. ഇനി റെയിൽവേയുടെ അനുമതി കിട്ടുന്നതനുസരിച്ച് ഇത് ഹൊറിസോണ്ടലായി മൂവ് ചെയ്ത് പിയർ ഗ്യാപ്പിൻ്റെ മുകളിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറ്റിപ്പുറത്ത് ROBയിലും ഇതുപോലെ ബോസ് റിങ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന വർക്കുകളാണ് നടക്കുന്നത്. ഈ സ്റ്റീലിൽ നിർമ്മിച്ച ഗർഡറിനുള്ളിൽ 3 വരികളായിട്ടായിരിക്കും റോഡ് നിർമ്മിക്കുക. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കല്ലുംതാഴത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസാണ്. കൊല്ലം തിരുമംഗലം ദേശീയപാതയാണ് ഈ ഒരു അണ്ടർപാസിനകത്തുകൂടി കടന്നു പോകുന്നത്. ആലപ്പുഴ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ ഈ ഒരു അണ്ടർപാസിൻ്റെ മുകളിലൂടെ നേരെ റെയിൽവേ ഓവർബ്രിഡ്ജ് വഴി അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഓപ്പണിങ്ങുള്ള അണ്ടർപാസാണ് നിർമ്മിച്ചിരിക്കുന്നത്. തിരുമംഗലം കൊല്ലം ദേശീയപാത ഭാവിയിൽ 4 വരിയാക്കുന്ന സമയത്ത് ഇവിടെ യാത്ര അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴത്തെ ഡിസൈൻ അനുസരിച്ച് തിരുമംഗലം ദേശീയപാതയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഓവർബ്രിഡ്ജ് മുറിച്ച് കടക്കാനുള്ള സർവീസ് റോഡ് ഇവിടെ നിർമ്മിക്കുന്നില്ല. കടവൂർ ഭാഗത്തേക്ക് പോയി U-ടേൺ എടുത്ത് മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചിട്ട് വേണം ഓവർബ്രിഡ്ജ് കടന്നു പോകാനുള്ളത്. പഴയ ഡിസൈൻ അനുസരിച്ച് ഇവിടെ 2 പുതിയ പാലങ്ങളാണ് നിർമ്മിക്കുന്നത്. ഇപ്പോഴുള്ള പഴയ പാലത്തിൽ 2 വരികൾ മാത്രമാണുള്ളത്.
പഴയ പാലം നിലനിർത്താനുള്ള സാധ്യത കുറവാണ്. കല്ലുംതാഴം അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗത്തേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ പ്ലംബിംഗ് വർക്കുകളൊക്കെ നടന്നതായി കാണാം. ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വീതി വളരെ കുറവാണ്. ഇവിടെ വളരെ ചെറിയൊരു അണ്ടർപാസ് കൂടി ചെയ്തിട്ടുണ്ട്. മങ്ങാട് ഭാഗത്തൊക്കെ പോകുന്നതിന് വേണ്ടിയാണ്. ചെറുതായിട്ട് ചരിച്ചാണ് ഈ ഒരു അണ്ടർപാസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അകത്തേക്ക് കയറി കല്ലുംതാഴം അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊന്ന് കാണാം. കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് ടാറിംഗ് വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ലെയർ ടാറിങ്ങും പൂർത്തിയാക്കി ലൈൻ മാർക്കിങ്ങുകൾ ചെയ്തതായി കാണാം. ഇപ്പോൾ മെയിൻ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇലക്ട്രിക്കൽ പോളുകൾ സ്ഥാപിക്കുന്ന വർക്കാണ് നടക്കുന്നത്. മെയിൻ റോഡിൻ്റെ വലത് സൈഡിൽ മാത്രമാണ് ഇപ്പോൾ ലൈൻ മാർക്കിങ്ങുകൾ ചെയ്തിരിക്കുന്നത്. ഇടത് സൈഡിൽ അറിവാൾ പാനലുകളും ഫ്രിക്ഷൻ സ്ലാബുകളൊക്കെ വെച്ചിരിക്കുകയാണ്. റോഡിൻ്റെ മധ്യഭാഗത്തെയും രണ്ട് സൈഡിലെയും ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞ് പെയിൻറ്റിങ്ങും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അണ്ടർപാസിനോട് ചേർന്നുള്ള ഭാഗം വരെ ഇപ്പോൾ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗത്ത് മാത്രമാണ് പെയിൻറ്റിംഗ് ആയിട്ടുള്ളത്. അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ നോക്കുകയാണെങ്കിൽ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ മുകളിൽ സ്ഥാപിക്കാനുള്ള ബോസ്ട്രിങ് കാണാവുന്നതാണ്. ഗർഡറുകൾ സ്ഥാപിച്ചതിന് ശേഷമായിരിക്കും അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കി വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടുക. ഇനി ഇവിടെ നിന്നും തിരിച്ച് മങ്ങാട് ഭാഗത്തേക്ക് പോകാം. മങ്ങാട് പാലം എത്തുന്നതിന് തൊട്ട് മുന്നേ വരെ ഈ റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ക്രാഷ് ബാരിയറുകളിൽ പെയിൻറ്റിംഗ് വർക്കുകളും നടന്നതായി കാണാം. മങ്ങാട് പാലം എത്തുന്നതിന് മുന്നേ ഒരു എൻട്രി പോയിൻ്റ് നിർമ്മിച്ചിട്ടുണ്ട്. മങ്ങാട് പാലത്തിൽ സർവീസ് റോഡുകളില്ല. ഈ ഒരു ഭാഗം വരെയും സ്ട്രീറ്റ് ലൈറ്റുകൾ കണക്ട് ചെയ്തതായി കാണാം. ഇവിടെ ഒരു പോളിൽ 2 ലൈറ്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് സർവീസ് റോഡിൻ്റെ സൈഡിലേക്കും ഒന്ന് മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്കുമാണ്. വളരെ ചെറിയൊരു അണ്ടർപാസാണ് മങ്ങാട് പാലത്തിന് തൊട്ട് മുന്നേ നിർമ്മിച്ചിരിക്കുന്നത്. ഇതും കാൽനട യാത്രക്കാർക്ക് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ചെറിയ വാഹനങ്ങൾക്ക് വേണമെങ്കിലും കടന്നു പോകാവുന്നതാണ്. കല്ലുംതാഴത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഒരു
എൻട്രി പോയിൻ്റ് വഴി മെയിൻ റോഡിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. ഈ ഒരു എൻട്രി പോയിൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഒരു എക്സിറ്റ് പോയിൻറ്റും വരുന്നത്. വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റോഡിൻ്റെ മറു സൈഡിലുള്ള എക്സിറ്റ് പോയിൻ്റ് കാണാവുന്നതാണ്. ഇപ്പോൾ റോഡിൻ്റെ മറു സൈഡിലെ കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ നേരെ പോകുന്നത് കല്ലുംതാഴം ഡയറക്ഷനിലേക്കാണ്. ഈ ഒരു ഭാഗത്ത് ലൈൻ മാർക്കിങ്ങുകളൊന്നും തുടങ്ങിയിട്ടില്ല. റോഡിൻ്റെ സൈഡിലായി വെച്ചിരിക്കുന്ന ആറിവാൾ പാനലുകളൊക്കെ നീക്കം ചെയ്ത് സെക്കൻഡ് ലെയർ ടാറിങ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ലൈൻ മാർക്കിങ്ങുകൾ നടത്തുക. നേരത്തെ കണ്ട അടിപ്പാതയുടെ മറു സൈഡിലെ കാഴ്ചയാണ്. ഇവിടെയും റോഡിൻ്റെ ഇടത് സൈഡിൽ ചതുപ്പ് പ്രദേശമാണ്, വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന സ്ഥലം. ഇവിടെ നല്ല ഉയരത്തിലാണ് ആറിവാൾ പാനലുകൾ കെട്ടി ഉയർത്തിയിരിക്കുന്നത്. ഇവിടെ റോഡിൻ്റെ ഇടത് സൈഡിലും റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ചിരിക്കുന്നതായി കാണാം. പാൽക്കുളങ്ങര അമ്പലത്തിൻ്റെ മുൻവശത്തായി കണ്ട അണ്ടർപാസിൻ്റെ മുകൾ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഇനിയും മണ്ണിട്ട് ഉയർത്തേണ്ടതുണ്ട്. ഈ ഒരു റീറ്റെയിനിങ് വാളിൻ്റെ ഉയരത്തിലായിരിക്കും മണ്ണ് വരിക. ഇവിടെ ഇടത് സൈഡിൽ ആറിവാളിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ നിന്നും നേരെ പോകുന്നത് അയത്തിൽ ഭാഗത്തേക്കാണ്. അയത്തിൽ ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആദ്യം കണ്ട എൻട്രി പോയിൻറ്റും വരുന്നത്. മങ്ങാട് കടവൂർ പാലത്തിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.